നമ്മുടെ സാരി വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ. അപ്പം സാരി നിവർത്തി നോക്കണം ബ്ലൗസ് പീസ് എവിടാന്ന്. ഓക്കെ, അറിയാവുന്നവർ കാണും, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, മനസ്സിലാക്കും. സാരി നോക്കിയിട്ട് വിത്ത് ബ്ലൗസ് ആയിരിക്കും. അപ്പോൾ ഈ ബ്ലൗസ് പീസ് എവിടാണ്, മുന്താണിയിലാണോ നമ്മൾ സാരി കുത്തുന്നിടത്താണോ എന്ന് ക്ലിയർ ആക്കിയിട്ടേ കട്ട് ചെയ്യാവൂ. ഇപ്പൊ എവിടെയൊക്കെ നോക്കണം, മുന്താണിയിലും നോക്കണം, സാരി കുത്തുന്ന ഭാഗത്തും നോക്കണം. അപ്പൊ അവിടെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, എവിടെ മുന്താണിയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാരി കുത്തുന്നിടത്ത് കാണും. അപ്പം ഉറപ്പായിട്ട് അത് നമുക്ക് എവിടാന്ന് കണ്ടുപിടിച്ചതിന് ശേഷം കട്ട് ചെയ്യാവും. ഇത് സാരി കുത്തുന്നിടത്താണ്, ചിലപ്പോൾ അത് മുന്താണിയിലായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് കട്ട് ചെയ്യാം. ഇത് സാരി കുത്തുന്ന ഭാഗത്താണ് ഈ ഡിസൈൻ സ്ലീവിൽ വരുന്നത്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഇത് മാറ്റി വെക്കുക. ഇത് നമ്മുടെ ബ്ലൗസ് പീസ്. സാരി അതേപോലെ മാറ്റി വെക്കാം. ഇത് നമ്മുടെ ലൈനിങ് തുണിയാണ്. അപ്പൊ നമ്മൾ വിത്ത് ബ്ലൗസ് കട്ട് ചെയ്യാൻ നേരം എന്ത് ചെയ്യും, തുണി മെയിൻ തുണി അത് ബ്ലൗസ് കട്ട് ചെയ്ത് പീസ് മാറ്റി വെക്കും. എന്നിട്ട് ലൈനിങ്ങിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റ് അളവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ സാരിയുടെ ലൈനിങ് തുണി വേണ്ടേ, കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഈ മടക്ക് പോലെ നമുക്ക് തരുന്നത്. ഇതിന്റെ നല്ല വശമായിരിക്കും ഈ മടക്ക് ഭാഗം, ഉള്ളിലോട്ട് മടക്ക് പുറത്ത് കാണുന്നത്. നല്ല വശം പുറത്ത് കാണുന്നത്, മടക്ക് ഇങ്ങനെ വരുന്നത്, അകത്തോട്ട് മടക്ക്. ചീത്ത വശമാണ് ഉള്ളിലോട്ട് പോകുന്നത്. അപ്പൊ ഏത് തുണിക്കും നല്ല വശങ്ങളുണ്ട്, ചീത്ത വശമുണ്ട് കേട്ടോ, പ്ലെയിൻ ആയാലും ഏതായാലും. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അളവ് ബ്ലൗസ് ഉണ്ടല്ലോ, അളവ് ബ്ലൗസിൽ നിന്ന് മെഷർമെന്റ് എടുക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്യാൻ നേരം ആദ്യം എടുക്കേണ്ടത് എന്താണെന്നറിയാം, ബ്ലൗസ് ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കിയിടും. കറക്റ്റായിട്ട് ചുളിവില്ലാതെ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം മെഷർമെന്റ് എഴുതണം. അപ്പൊ ആദ്യം എടുക്കേണ്ടത് ഇറക്കമാണ്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ ബാക്ക് പീസാണ് ആദ്യം ബ്ലൗസിൽ കട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ബാക്കിലെ അളവ് മൊത്തം എഴുതി വെക്കുക. അപ്പം ടേപ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം നെക്കിന്റെ മോൾ ഭാഗത്തുനിന്ന് നമുക്ക് എന്തോരം ഇറക്കം വേണമെന്ന് വെച്ചാൽ എടുക്കുക. ഇപ്പൊ ഇത്ര ഇറക്കം മോൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ എൻഡ് വരെ നമ്മുടെ ഷോൾഡറിന്റെ അല്ലെങ്കിൽ തോളിന്റെ ഭാഗത്ത് ടേപ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇറക്കം എന്തോരം വേണമെന്ന് വെച്ചാൽ എടുക്കുക. ഇതിനകത്ത് 15 ഇഞ്ച് വേണം. കറക്റ്റ് തുണിയും ടേപ്പും നേരെ ആയിരിക്കണം കേട്ടോ, ഇതേപോലെ തന്നെ. അപ്പം ഇറക്കം അല്ലെങ്കിൽ ലെന്ത് 15 ഇഞ്ച്. ഇനി എടുക്കുന്നത് ഷോൾഡറാണ്. ഷോൾഡർ എടുക്കുന്നത് നമ്മളിവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കൈയുടെ ഈ ജോയിന്റ് മുതൽ ഈ ജോയിന്റ് വരെ ഷോൾഡർ വന്നേക്കുന്നത് 11.5 കേട്ടാ. ഷോൾഡർ വന്നേക്കുന്നത് 11.5. SH ഷോൾഡർ 11.5. ഓക്കെ, ഇനി എടുക്കുന്നത് ഷോൾഡർ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത എടുക്കുന്നത് എന്താണെന്നറിയാം, പിന്നെ ചെസ്റ്റ് എടുക്കുക. ബാക്ക് പീസിന്റെ വണ്ണം എടുക്കുക, നിവർത്തിയിട്ട് എടുത്തിട്ട് ഈ ഒരു ഭാഗത്തെ വണ്ണം എടുക്കുക. എത്ര ഉണ്ട്, 20 ഉണ്ട് ഒരു ഭാഗത്ത്. ബാക്കില് ഇവിടം വരെ 20. അപ്പം ബാക്ക് പീസ് അല്ലേ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ബാക്ക് പീസിന്റെ 20 ടോട്ടൽ വരുമ്പം ബാക്കും ഫ്രണ്ടും കൂടെ വരുമ്പം 20, 40, 41 വരും. ബാക്ക് 20 ഒരു സൈഡ് വന്ന്. ഇതിപ്പോ 2 പീസും കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത് വണ്ണം. ഇതില്ലാന്നുണ്ടെങ്കിൽ
വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നോക്കിയെടുക്കണം കേട്ടോ. ഇതും ബാക്കും ഫ്രണ്ടും ഒരേ അളവ് വന്നുകൊണ്ട് റൗണ്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ 20 20 41 വരും ടോട്ടല് മൊത്തത്തിലുള്ള അളവ്. പിന്നെ ഈ വേസ്റ്റ്, അതായത് നമ്മൾ ഇറക്കം കണ്ടുപിടിച്ചില്ലേ, അവിടുത്തെ വണ്ണം നോക്കുക. വണ്ണം 16.5 വന്നിട്ടുണ്ട് ബാക്കിലെ ഒരു ഭാഗത്ത്. അപ്പൊ 16 32 33 ചുറ്റളവ് റൗണ്ടായിട്ട് വരുന്നത്. ബാക്കിൽ മാത്രമാണെങ്കിൽ 16.5 കേട്ടോ. അടിഭാഗത്തെ വണ്ണം അല്ലെങ്കിൽ വേസ്റ്റ് ഭാഗത്തെ വണ്ണം 16.5. ഓക്കെ, അത്ര മനസ്സിലാക്കിയല്ലോ. എന്നിട്ട് നെക്ക് വിത്ത് 5.5. നെക്ക് ലെന്ത് കൂടെ എഴുതാം. ബാക്ക് നെക്കിലെ ലെന്ത് 7. ബാക്ക് നെക്കിലെ ലെന്ത് 7 വിത്ത് 5.5. 5.5 വരുമ്പോൾ നമ്മൾ തുണിയിലെടുക്കുമ്പോൾ അതിന്റെ ഹാഫ് എടുക്കുള്ളൂ കേട്ടോ. ഇപ്പം 2.5 2.25 വരും കേട്ടോ വിത്ത് വരുമ്പോൾ. ആം ഹോൾ റൗണ്ട് എടുക്കുമ്പോൾ ടേപ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടുന്ന് ഇത് 9 ഉണ്ട്. 9 9 18. അപ്പൊ ഇവിടെ എഴുതുക ആം ഹോൾ റൗണ്ട് 18. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇത് ബാക്കിലെ അളവുകളാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. ഫ്രണ്ടില് ഇതേപോലെ തന്നെയാണ്. ഫ്രണ്ടൊക്കെ എടുക്കാം 6.5. ഫ്രണ്ടിലെ നെക്കിന്റെ ലെന്ത് 6.5. എന്നിട്ട് ടക്ക് പോയിന്റ് വീതി എന്ന് പറയാം. അതായത് കൊളുത്ത് വെക്കുന്ന ഭാഗത്ത് നിന്ന് ഈ ടക്ക് വരെയുള്ള നീളം കാണണം. ഈ വീതി ടക്ക് പോയിന്റ് വീതി കേട്ടോ 4. കൊളുത്ത് വെക്കുന്ന ഭാഗത്ത് നിന്ന് ഈ പോയിന്റ് വരെയുള്ള നീളം 4 പോയിന്റ് വീതി അല്ലെങ്കിൽ വിത്ത്, എങ്ങനെയായാലും മതി. 4 വന്ന് അവിടുന്ന് ടക്ക് പോയിന്റിന്റെ ലെന്ത് കാണണം. ഇവിടുന്ന് ഈ ഷോൾഡറിൽ നിന്ന് ഇവിടം വരെയുള്ള ലെന്ത്, പോയിന്റ് ലെന്ത് 10.5 വരും കേട്ടോ. ഈ മെയിൻ ടക്കിന്റെ നേരെ വലിച്ചാൽ മതി. എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത്ര 10.5. 10.5 ഇല്ല, 10 ഉള്ളു കേട്ടോ. തയ്യൽട്ടുമ്പോടുകൂടി 10.5 വരും. അപ്പൊ ടക്ക് പോയിന്റ് ലെന്ത് എത്ര? 10 അവിടെ. ഓക്കെ, ഇത്ര നമുക്ക് കിട്ടി. ഇനി സ്ലീവാണ്. സ്ലീവിന്റെ ലെന്ത് 8.5 വരും. 8.5 ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അവർക്ക് 1/2 ഇഞ്ച് കൂടെ കൂട്ടണം, 9 എടുത്ത് കേട്ടോ. അപ്പോൾ സ്ലീവ് ലെന്ത് 9. ഈ 9 വന്നെടുത്ത വണ്ണം നോക്കണം. നമ്മുടെ ഇറക്കം വന്നില്ലേ, 6 വരും. അപ്പം സ്ലീവ് ലെന്ത് 9. 9ന്റെ ആ ഭാഗത്തെ വണ്ണം, അടിവണ്ണം സ്ലീവിന്റെ കേട്ടോ 6. 6 12 വരും, 2 സൈഡോടെ വരുമ്പോ. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ കൈയുടെ ജോയിന്റ് ഇല്ലേ, ഇവിടുന്ന് ഇവിടം വരെയുള്ള വണ്ണം കൂടെ കാണും. 7.5 ഉണ്ട്. മസിൽ വണ്ണം എന്ന് പറയും കേട്ടോ. ടേപ്പ് നേരെ വെച്ചിട്ട് ഇവിടുന്ന് നേരെ വെക്കുക. 7.5. ഇനി നമുക്ക് ഈ അളവ് ഞാൻ ബോർഡിൽ വരയ്ക്കാം. ഈ അളവും പ്രകാരം ബോർഡിൽ വരച്ച് കാണിക്കാം. ഓക്കെ, നമ്മുടെ തന്ന അളവും പ്രകാരം നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ എടുത്തത് എന്താണ്? ലെന്ത്. ബാക്ക് പീസിലെ ലെന്തും വണ്ണം എടുത്ത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുക ലെന്ത് 15. തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം. അപ്പൊ ആദ്യം എടുക്കുക ഇറക്കം 15. നമ്മളിപ്പോ വരയ്ക്കുമ്പോൾ 15 വരത്തില്ല, ചെറിയ ഇത് 15 ഉള്ളെന്ന് സങ്കല്പിക്കാം. പിന്നെ രണ്ടാമതെടുത്ത് എന്താ? ഷോൾഡർ 11.5.
കേട്ടോ. ഷോൾഡർ 11.5. അപ്പൊ അതിന്റെ ഷോൾഡറിന്റെ പകുതിയായിരിക്കും നമുക്ക് ഇവിടെ എടുക്കുന്നത്. രണ്ടായിട്ട് തുണി മടക്കിയിട്ടാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഫുൾ ഷോൾഡർ എത്രാന്ന് വെച്ചിട്ട് അതിന്റെ പകുതി. അപ്പൊ നമ്മൾ ഷോൾഡർ എപ്പോ കട്ട് ചെയ്താലും എന്തിന് കട്ട് ചെയ്താലും ഷോൾഡർ എടുക്കുന്നത്, എന്ത് മോഡൽ നമ്മൾ എന്ത് കട്ട് ചെയ്താലും ഷോൾഡർ എടുക്കുമ്പോൾ ഫുൾ ഷോൾഡറിന്റെ പകുതി ആയിരിക്കും. അതുപോലെ തന്നെ ബ്ലൗസിനും നമ്മൾ ഷോൾഡർ ആദ്യം എടുക്കുമ്പോൾ ഫുള്ള് കിട്ടിയതിന്റെ പകുതി കേട്ടോ. എന്നിട്ട് അത് ഷോൾഡർ വരയ്ക്കുക. എന്നിട്ട് ഷോൾഡർ വന്നപ്പോൾ നമുക്ക് എത്ര വന്നേക്കുന്നത്? 11.5. 11.5യുടെ പകുതി പറഞ്ഞില്ല, പകുതി എടുക്കുന്നെന്ന്. അപ്പൊ 5.5, 5.25 വരും കേട്ടോ. അപ്പൊ ഇവിടെ വരും ഇത് 5.25. ഓക്കെ. ഇവിടെ നിന്നാണ് കൈക്കുഴി വരുന്നത്. കൈക്കുഴിയുടെ ലൈൻ ഷോൾഡറിൽ നിന്ന് താഴോട്ട് വരും കേട്ടോ. ഓക്കെ. ഇവിടാണ് നമുക്ക് ചെസ്റ്റ് ലൈൻ കാണുന്നത്. കൈക്കുഴിയുടെ ഭാഗവും ഇവിടെ വരുന്ന ഈ ഭാഗത്താണ് നമുക്ക് ചെസ്റ്റ് ലൈൻ വരുന്നത് കേട്ടോ. എന്നിട്ട് ഈ ചെസ്റ്റ് ലൈൻ എത്രാന്ന് വെച്ചാൽ നോക്കണം. എത്രയാണ്? ബാക്ക് പീസിലെ ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത് 20.5. അപ്പൊ അതിന്റെ ഹാഫ്, 4-1 ഭാഗമല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പൊ 10.25. 20.5 വന്നേ. അപ്പൊ നമ്മൾ ഫുൾ നൂലുകൊണ്ട് വിടർത്തിയിട്ടപ്പോഴാണ് 20.5 വന്നത്. അപ്പൊ അതിന്റെ പകുതി എടുക്കുക, 10.5. അല്ല, 20.5യുടെ പകുതി 10.25 കേട്ടാ. ഓക്കെ. ഇതിനെ നമുക്ക് താഴോട്ട് വരച്ചിട്ട് ഇങ്ങനൊരു ലൈൻ ചെയ്യാം. മനസ്സിലായല്ലോ? ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് ലൈൻ ലെന്ത് കണ്ടു, ഷോൾഡർ കണ്ടു, ഷോൾഡർ ചെയ്ത് കൈക്കുഴി കണ്ടു. ഇനി നമുക്ക് കാണുന്ന എന്താ? ആം ഹോൾ റൗണ്ട്. ആം ഹോൾ റൗണ്ട് കണ്ടതിന് ശേഷം വേണം നമ്മുടെ കൈക്കുഴി എത്ര വന്നേക്കുന്നത് തീരുമാനിക്കും. ഇപ്പൊ ഇത് 18 വന്നേ. അപ്പൊ അതിന്റെ പകുതി 9. അപ്പൊ നമ്മൾ നോക്കണം, ഇവിടുന്ന് ഞാൻ ആം ഹോൾ റൗണ്ട് കൈക്കുഴി കുടിച്ചേക്കുന്നത് 5.5. ഇവിടുന്ന് താഴോട്ട് 5.5 എടുത്തേക്കുന്നത് കേട്ടോ. ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ചെസ്റ്റ് ലൈനും എടുത്ത് 10.5. ഷോൾഡറിൽ നിന്ന് കൈക്കുഴി വന്നേക്കുന്നത് താഴോട്ട് ലൈനിനെടുത്തത് 5.5. അവിടുന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ എൽ ഷേപ്പിൽ വരച്ച്, എന്നിട്ട് ഇവിടുന്ന് നമ്മൾ 10.5 മാർക്ക് ചെയ്ത്. ഇത്രയും മനസ്സിലായല്ലോ? ഈ കോർണറിൽ നിന്ന് 1 മാർക്ക് ചെയ്യുക. ഈ കോർണറിൽ നിന്ന് 1 മാർക്ക് ചെയ്തതിന് ശേഷം ഇത് രണ്ടിന്റെയും കൂടെ സെന്റർ കാണുക. 5.5യുടെയും സെന്റർ കാണുമ്പോൾ 5.5യിലെ കൈക്കുഴി എടുത്തേക്കുന്നത്. 5.5യുടെ സെന്റർ കാണുമ്പോൾ എത്ര വരും? 2.25 വരും അല്ലേ? 2.25. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിലോട് കുഴിച്ചോട്ട് പോവാം. ഓക്കെ. ഉടമ്പ് ഇവിടെ. എന്നിട്ട് കൈക്കുഴി 5.5 എടുത്ത് 5.5യിൽ നിന്ന് ഇവിടെ നമ്മൾ 1 ഇഞ്ച് എടുത്ത് ഇങ്ങനെ ഷേപ്പ് ആക്കി ഈ ഒരു ഷേപ്പ് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നുള്ള ലെന്തിന്റെ പകുതി മാർക്ക് ചെയ്ത്, എന്നിട്ട് അതിനെ ടച്ച് ചെയ്ത് ഇങ്ങനെ ഒരു കർവ് വരച്ച്. അപ്പൊ നമുക്ക് ആം ഹോൾ റൗണ്ട് എത്ര ഉണ്ടോ നോക്കണം. 18. അപ്പൊ ഇങ്ങനെ നമ്മൾ ടേപ്പ് വെച്ചിട്ട്, ഇപ്പൊ തുണി പടത്തിൽ നമുക്ക് കിട്ടത്തില്ല, ഇങ്ങനെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ആം ഹോൾ റൗണ്ട് 18 ഉണ്ടോ എന്ന് നോക്കണം. 9 കിട്ടണ്ടേ. ഈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ 9 കിട്ടുന്നോന്ന് നോക്കണം. തുണിയിൽ വരും കേട്ടോ. അപ്പൊ 9 കിട്ടി എങ്കിൽ അത് ഉറപ്പായി നമുക്ക് 5.5 9 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കുറവോ കുറവാണെങ്കിൽ താഴോട്ട് ഇറക്കണം. അപ്പൊ 5.5യിൽ നിന്ന് 6 കുറവാണെങ്കിൽ താഴോട്ട് ഇറക്കണം. കൂടുതലാണെങ്കിൽ നമ്മുടെ ആം ഹോൾ റൗണ്ട് 9 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കുറവാണെങ്കിൽ 5.5 എന്നുള്ളത് 6 എടുക്കണം. അതല്ല 5.5ക്ക് നമുക്ക് 9 കിട്ടിയെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഉറപ്പാക്കുക. കൂടുതലാണെങ്കിൽ 5.5 എന്നുള്ളത് 5 ആക്കണം. ഇത്രേ ഉള്ളൂ. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ്. ഓക്കെ. ഇത്ര മനസ്സിലായല്ലോ? പിന്നെ നെക്ക് വിത്ത് വന്നേക്കുന്നത്, ബാക്ക് നെക്ക് വിത്ത് വന്നേക്കുന്നത് 5.5 ആണ്. 5.5യുടെ പകുതി എത്ര വരും?
ബാക്ക് നെക്കിന്റെ വിത്ത് വന്നേക്കുന്ന 5.5 പകുതി 2.25. ഇവിടുന്ന് നെക്ക് വിത്ത് എന്ന് പറയുമ്പോൾ ഇവിടിങ്ങനെ വരും 2.25 കേട്ടോ. നെക്ക് ലെന്ത് 7, ബാക്ക് നെക്കിന്റെ ലെന്ത് 7. ഇവിടുന്ന് താഴോട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് താഴോട്ട് 7 ഇഞ്ച് മാർക്കുക. ഈ നെക്ക് വിത്തും നെക്ക് ലെന്തും കൂടെ ബാക്ക് നെക്ക് ലെന്തും കൂടെ യോജിപ്പിക്കുക. സ്ക്വയർ ആണെങ്കിൽ ഇതേപോലെ വെക്കുക, അല്ലെ വേറെ ഈ കോളത്തിൽ വേണം നമ്മൾ ഡിസൈൻ ഒപ്പിക്കാൻ. അപ്പം യു റൗണ്ട് ആണെങ്കിൽ ഇത്, അല്ലെങ്കിൽ യു ആണെങ്കിൽ ഇങ്ങനെ പോവാ. ഏത് ഷേപ്പ് ആണെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാം. ഓക്കെ. ഇനി ഇവിടെ ഒരു ടക്കുണ്ട്. ഈ രണ്ടിന്റെയും കൂടെ നീളം നോക്കണം. അടിവണ്ണത്തിന്റെ നീളം നോക്കിയിട്ട് സെന്റർ നോക്കിയിട്ട് അവിടുന്ന് നമുക്ക് 4 ഇഞ്ച് വരെ ഈ രണ്ടിന്റെയും കൂടെ വീതി, ഇത് രണ്ടിന്റെയും കൂടെ വീതി നോക്കിയിട്ട് നീളം നോക്കിയിട്ട് അതിന്റെ ഹാഫിൽ മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഒരു 4 ഇഞ്ച് വരെ ടക്ക് ബാക്കിലെ ടക്ക് വരും. അപ്പൊ അതൊരു 1/2 ഇഞ്ചാണ്. അപ്പം ബാക്ക് പീസ് മനസ്സിലായല്ലോ. ഇത്രയാണ് ബാക്ക് പീസിന്റെ കട്ടിങ്. അപ്പൊ ഇവിടെ നമുക്ക് ബാക്കിൽ നെക്ക് 7, നെക്ക് വിത്ത് 2.25, ഷോൾഡർ 5. ഇവിടെ നമുക്ക് 5.5 കൈക്കുഴി. ഇവിടെ ചെസ്റ്റ് ലൈൻ 10.4 അല്ലേ. ഓക്കെ. വേസ്റ്റ് ഭാഗത്തെ വണ്ണം വന്നേക്കുന്നത്, ബാക്കിലേക്ക് വേസ്റ്റ് ഭാഗത്തെ വണ്ണം വന്നേക്കുന്നത് 16.5. അപ്പം തുണി മടക്കി ഇട്ടായതുകൊണ്ട് 8.5. 16.5 വേണ്ട. അപ്പം 16 പകുതി 8.4. 8.4 പിന്നെ ഒരു 1/2 ഇഞ്ച് ടക്ക് പിടിക്കാൻ കൂട്ടണം. അപ്പൊ 4 3 8.25 വരും കേട്ടോ. അപ്പം ബാക്ക് പീസിന്റെ നമുക്ക് കഴിഞ്ഞ് ഇത്ര എഴുതിയെടുക്കുക. ഇനി ഫ്രണ്ട് പീസ് എടുക്കുമ്പോൾ ഇത് തന്നെ നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഫ്രണ്ട് പീസ് നമുക്ക് വരയ്ക്കാം. ഇതേപോലെ തന്നെ ഫ്രണ്ട് പീസ് എടുത്തു, ഷോൾഡർ എടുത്തു, കൈക്കുഴി എടുത്തു, ചെസ്റ്റ് വണ്ണം എടുത്തു. ഷോൾഡർ എല്ലാം അതേപോലെ തന്നെ. എന്നിട്ട് ഇവിടുന്ന് കൈക്കുഴി ഇതേപോലെ കുഴിച്ചിട്ടു. എന്നിട്ട് ഈ പോയിന്റിന്റെ നെക്ക് വിത്ത് 2.25, നെക്കിന്റെ ലെന്ത് ഫ്രണ്ട് നെക്കിന് ലെന്ത് 6.5. അപ്പൊ ഈ 6 നെക്ക് വിത്തും കൂടെ യോജിപ്പിക്കണം. ഓക്കെ. ഷോൾഡർ എടുത്തു 5.5, ഇത് തന്നെ 5.25 ആണ് കേട്ടോ. അവിടുന്ന് കൈക്കുഴി 5.5. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പോയിന്റ് വിത്ത് എത്ര? 4 വന്നേക്കുന്നത്. പോയിന്റിന്റെ വിത്ത് വരുമ്പോ ഇവിടുന്ന് ഇവിടം വരെ. പോയിന്റിന്റെ ലെന്ത് 10 വന്നേക്കുന്നത്. അപ്പൊ ഇവിടുന്ന് താഴോട്ട് വലിച്ചിട്ട് ഇത്ര ഉണ്ടെന്ന് നോക്കണം. പോയിന്റ് ലെന്ത്. ഓക്കെ. അപ്പൊ ഇതാണ് ടക്കിന്റെ മെയിൻ ടക്കിൻ്റെത് കേട്ടോ. ഇവിടുന്ന് താഴോട്ട് ഒരു 3 വരെ വരാം. ഇതൊരു വലുപ്പ വഴിയുണ്ട്, അത് പറഞ്ഞുതരാം. ഫ്രണ്ട് പീസ് എടുക്കുമ്പോൾ നമ്മളിവിടെ ഇറക്കം എടുത്ത് എത്രന്ന് വെച്ചാൽ എത്ര എടുത്തേ? 15 + 1 16 എടുത്തേ. ആ 16ന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടണം. ആ 16ന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പോൾ 17. 17 മാർക്ക് ചെയ്ത് ഷോൾഡർ മാർക്ക് ചെയ്ത് അവിടുന്ന് കൈക്കുഴി മാർക്ക് ചെയ്ത് ഇങ്ങനെ വരും. എന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വരും. ഈ ഇറക്കത്തോട് ബാക്ക് പീസിന്റെ ഇറക്കത്തോടെ 1 1.25. നല്ലോണം തയ്ക്കാൻ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് 1 മതി. ആദ്യമായിട്ടൊക്കെ തയ്ച്ചു തുടങ്ങുന്നവർക്ക് 1.25 എടുക്കുക. ഈ ഇറക്കത്തിനേക്കാളും 1.25 കൂടി എടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ. ബാക്കി ഷോൾഡറും കൈക്കുഴിയും എല്ലാം അതേപോലെ തന്നെ. എന്നിട്ട് നെക്ക് വിത്ത് 2.25, നെക്ക് ലെന്ത് 6.5. ഓക്കെ. പിന്നെ ടക്ക് പോയിന്റിന്റെ വീതി 4, അവിടെ നിന്ന് ടക്ക് പോയിന്റിന്റെ ലെന്ത് 10. എന്നിട്ട് ഇവിടുന്ന് ഒരു 3.5 വേണ്ട, 3.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ലൈൻ ചെയ്യാം കേട്ടോ.
ഇതിനെ ഇങ്ങനെ ലൈൻ ചെയ്തതിന് ശേഷം ഇത് രണ്ടിന്റെയും കൂടെ സെന്റർ കാണണം. ഇത് രണ്ടിന്റെയും കൂടെ ഇതുണ്ട്. ഇവിടുന്ന് ടക്ക് പോയിന്റിന്റെ ലെന്ത് 10.5 നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് 3.5 ഇങ്ങോട്ട് മാർക്ക് നീളത്തിലൊന്ന് മാർക്ക് ചെയ്യുക തുണിയിൽ. അപ്പം 10.5യും 3.5 കൊണ്ട് 14 ഇഞ്ച് ഇവിടെ വരും. ആ 14ന്ന് നേരെ ഒരു ലൈൻ ചെയ്യുക. അതുപോലെ തന്നെ ടക്ക് പോയിന്റിന്റെ അവിടുന്ന് നേരെ ലൈൻ ചെയ്യുക. ഇത് രണ്ടും മുട്ടാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ലൈൻ ചെയ്യുക. എന്നിട്ട് ഇതിന് രണ്ടിന്റെ കൂടെ സെന്റർ കാണുക. ഇത് എളുപ്പ വഴിയാണ് കേട്ടോ. സെന്റർ കണ്ടിട്ട് ഇവിടുത്തെ മെയിൻ ടക്കിന്റെ വീതി 1.5 ബ്രസ്റ്റിന്റെ ഷേപ്പിന്റെ അനുസരിച്ച് എടുക്കാം. ഇതിപ്പോ ഞാൻ 1.5 എടുക്കുന്നുണ്ട്. ഈ ഇവിടെ 1.25, 1.5, ഇവിടെ 1.5, അപ്പൊ 3 ഇഞ്ച്. ഇവിടുന്ന് നമ്മള് ഇത് പകുതി മാർക്ക് ചെയ്തതിനു ശേഷം ഈ പകുതി തന്നെ ഇവിടെ മാർക്ക് ചെയ്യാം. ഉണ്ടോ? അപ്പൊ നമുക്ക് കട്ടിങ്ങിന്റെ ഈ ഷേപ്പ് കിട്ടും. ഇവിടെ ഇങ്ങനെ വരുമ്പോ ഒന്ന് ഇങ്ങനെ കേട്ടോ. അപ്പൊ നമുക്ക് ആ കട്ടിങ്ങിന്റെ ആ ഷേപ്പ് കിട്ടും. ഇവിടെ വരുമ്പോ നമുക്ക് ഇത് ഇങ്ങനെ കുഴിച്ചു വെട്ടണം 1 ഇഞ്ച് കേട്ടോ. ഫ്രണ്ട് പീസ് 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടുക. എന്നിട്ട് ഇവിടെ വരുമ്പോ നമുക്ക് വേണ്ട ഇതേപോലെ എടുക്കണം. നമ്മളിവിടെ 1.5 എടുത്തില്ലേ, ആ 1.5 ഇവിടെ ഒന്ന് കാണണം കേട്ടോ. ബാക്കിയെല്ലാം ഇതേപോലെ കട്ടിങ്ങിൽ വരുമ്പോൾ ഒന്നുകൂടെ അത് മനസ്സിലാവും. ഫ്രണ്ട് പീസ് ടക്ക് ഷേപ്പ് ചെയ്യാം കേട്ടോ. ഇനി സ്ലീവ് കെട്ടുമ്പോൾ സ്ലീവിന്റെ ഇറക്കം, വണ്ണം ഇത്. എന്നിട്ട് ഇറക്കം എടുത്തിട്ട് ഒന്ന് മടക്കി തയ്ക്കാനായിട്ട് ബോർഡർ ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ ബോർഡർ ഇല്ലാത്തതാണെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഇവിടുന്ന് വേണമെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ 3.5 ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് ഷേപ്പ് വെട്ടുമ്പോൾ ഇങ്ങനെ ഷേപ്പ് എടുക്കുമ്പോൾ 3.5 നമുക്കിവിടെ റൗണ്ട് 18 അല്ലായിരുന്നോ, 9 കിട്ടുന്നോ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഷേപ്പിൽ വ്യത്യാസം വരും. ആ തുണിയിൽ വരുമ്പോൾ ഞാൻ ഒത്തിരി കൂടെ പറഞ്ഞുതരാം. പിന്നെ വേറൊരു കട്ടിങ് ഉണ്ട് സ്ലീവ് കെട്ടുമ്പോൾ. നമുക്ക് ഷോൾഡർ എത്ര കിട്ടിയ, ആദ്യം സ്ലീവ് ലെന്ത് കാണുക. എത്ര സ്ലീവ് ലെന്ത്? 9. 9 എടുത്തിട്ട് നമ്മുടെ ഷോൾഡർ എത്രയെ 5.25 അല്ലായിരുന്നോ, അതിനേക്കാൾ ഒരു 3 ഇഞ്ച് കൂടെ കാണുക സ്ലീവിന്റെ വണ്ണം എടുക്കാൻ. അപ്പൊ എത്ര വരും? 5.25 3 കൂടെ വരുമ്പോ 9, 8.25 വരും. ഇപ്പൊ ഈ സ്ലീവിന്റെ വണ്ണം 4-ൽ 1 ഭാഗം വരുന്നത് 8.25. അപ്പൊ അവിടുന്ന് എടുക്കും. എന്നിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് വരെ ഷേപ്പ് ഇങ്ങനെ വെച്ചിട്ട് 9 നമുക്ക് എവിടെ കിട്ടുമെന്നോ അവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇവിടെ സ്ലീവിന്റെ റൗണ്ട് അടിവണ്ണം നോക്കിയിട്ട് ഷേപ്പ് ചെയ്യാം തയ്യത്തുമ്പോൾ. ഓക്കെ, പല രീതിയിൽ വെട്ടാം. ഞാൻ ബുക്കിൽ വരുമ്പോൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ.